എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് ആണ് സയൻസ്. ഒരു എനർജിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതും സയൻസ്. എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സയൻറ്റിഫിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നു, സൺലൈറ്റ് കൊള്ളുന്നു, അതിൽ നിന്ന് എനർജി കിട്ടുന്നു, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻവയറമെൻറ്റിലോട്ട് മാറുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അത് പോകുന്നു. അതാണ് പോൾ സൈക്കിൾ. അത് ഇന്ന് വരെ സയൻസിന് ഡിപിക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ എനർജി കാണാനോ മെഷർ ചെയ്യാനോ പറ്റിയിട്ടില്ല. എനർജി ഒരു ഫിസിക്കൽ ഫോമിലല്ല, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. പക്ഷേ അതിനെ മെഷർ ചെയ്തിട്ടുണ്ട്, ഡിപിക്ട് ചെയ്തിട്ടുണ്ട്, സയൻറ്റിഫിക്കലി അത് നടന്നിട്ടുണ്ട്. ആ എനർജി നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ ആയുസ് തീരുന്നു. സൺലൈറ്റ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുകയോ, ഈ രണ്ട് കോമ്പിനേഷൻ ഒരുമിച്ച് നടക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഉണ്ടായാണെങ്കിൽ എനർജി ഇല്ലാതെ നമ്മുടെ ശരീരം നിന്നു പോകാണ്ട്, നമ്മുടെ ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ്, അത് നിന്നു പോകും. അതല്ലാതെ വാർദ്ധക്യം മൂലമോ ഹെൽത്ത് ഇഷ്യൂസ് കാരണമോ നമ്മുടെ ശരീരം നിന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോകാറുണ്ട്. സോ എനർജി നഷ്ടപ്പെടുമ്പോഴല്ല, എനർജി ഇല്ലാത്ത കാരണം മരിക്കാൻ ചാൻസ് ഉണ്ട്. ആ എനർജി എവിടെ പോകുന്നു എന്നും കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം ഇന്ന് വരെ സയൻസ് ഒന്നും തന്നിട്ടില്ല. ഉണ്ടോ അവർ പരീക്ഷണങ്ങളും വാഗ്വാദങ്ങളും അല്ലേ, ഓരോ തിയറംസും ഉണ്ടാവാം. ഉദ്ദേശിക്കുന്ന എനർജി സ്പിരിച്വൽ ആണെങ്കിൽ അതിന് സയൻസുമായിട്ടൊരു ബന്ധമില്ല, അതൊരു പേഴ്സണൽ ബിലീഫ് മാത്രമാണ്. മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജി അത് അന്തരീക്ഷത്തിലോട്ട് ലയിച്ചു പോവുകയാണ്. ഇപ്പോൾ കുഴിച്ചിടുകയാണെങ്കിൽ ചെടിയായിട്ട് വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിനറൽസ് ആയിട്ട് മണ്ണിലുണ്ടാവുകയോ കാറ്റിൽ അലിഞ്ഞു പോവുകയോ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. സോ ആ എനർജി എവിടെ പോകുന്നതിനുള്ള ആൻസർ സയൻസിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. സ്പിരിച്വൽ എനർജി ആയിട്ട് കൺഫ്യൂസ് ചെയ്യാതിരിക്കുക. പക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം അംഗീകരിച്ച ഒരു തിയറി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷവും സയന്റിഫിക്കലും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ ആ എനർജി എവിടെയോ അൺഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. എനർജി അൺഡിസ്ട്രോയിഡ് ആയിട്ട് തന്നെ ഇരിക്കും, കാരണം അതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ ഓൾറെഡി അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനൂപേന്റെ ചോദ്യം അതാണ്, ഈ ഭൂമി ആരുടെയാണ്? മരിച്ചവരുടെ ആണോ ജീവിച്ചിരിക്കുന്നവരുടെയാണോ? ജീവിച്ചിരിക്കുന്നവരുടെയാണ്. എനിക്ക് അറിയില്ല. ജീവിച്ചിരിക്കുന്നവരുടെയാണ്. എയ്ത്തിസം പറയുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ സംഭവിച്ചു ഇതിനൊക്കെ സയൻസ് പറയുന്നു. ഇത് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റൂല സയൻസ് വെച്ച്. ഇത് സംതിങ് അവിടെ ഉള്ള കാര്യം ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ആ സീനിൽ അജുവിൻ്റെ ബോഡി ഒഴിച്ച് ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അവയെല്ലാം സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ച ഇൻവെൻഷൻസിൽ നിന്ന് മനുഷ്യന്മാർക്ക് ഉപകരിക്കാൻ വേണ്ടി മനുഷ്യന്മാർ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അവിടെ ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ ആക്ച്വൽ ചർച്ച. ഇവിടെയും സ്പിരിച്വലായിട്ടാണ് പോകുന്നതെങ്കിൽ ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എന്ന് പറയാനാണെങ്കിൽ അപ്പോൾ ദൈവത്തെ ആരെ സൃഷ്ടിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെയും വരും. കാരണം ആ സൃഷ്ടിക്കും ഒരു സൃഷ്ടം ഉണ്ടാവണമല്ലോ, ദൈവം എങ്ങനെ വന്നു എന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ വരും. അതിന് ആൻസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു എനർജി ആണോ മനുഷ്യൻ്റെ ഉള്ളിൽ? സയൻസിൽ നമ്മളെ നിലനിർത്തുന്നത് ഒരു എനർജി ഉണ്ടോ? അതുണ്ടോ? ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നൊക്കെ സംഭവിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നാണോ? ആ എനർജി ശരീരം ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ്, അതിനുള്ള ബാറ്ററിയാണ് എനർജി. സോ അത് കിട്ടിയില്ലെങ്കിൽ ഒബിയസ്ലി നമ്മൾ മരിച്ചു പോകും. പിന്നെ സാധാരണ ഒരു മെഷീനെ പോലെ നമ്മുടെ ശരീരം പിന്നെയും അത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ശരീരം ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ്. നിലച്ചു കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. സോ വളരെയധികം കുറഞ്ഞ ഒരു ടൈം ഫ്രെയിം മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെയും പ്രവർത്തിപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ എനർജി എന്ന് അജു ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്പിരിച്വൽ എനർജിയാണ്, നമ്മുടെ ഒരു ആത്മാവെന്ന് ഉദ്ദേശിക്കുന്ന എനർജിനെ കുറിച്ചാണ്. പക്ഷെ അത് സയന്റിഫിക് അല്ല, അത് ജസ്റ്റ് ഒരു ബിലീഫാണ്. രണ്ടിനെയും ഇങ്ങനെ കൺഫ്യൂസ് ആകാതിരിക്കുക. ഐസക് ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എവിടെ പോകുന്നു അത് ഉണ്ടാക്കാനും പറ്റും. സയൻസാണ് ഞാൻ പറയുന്നത്. സർ ഐസക് ന്യൂട്ടനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. എനർജി എവിടെ പോകുന്നതിനുള്ളതിന് ഓൾറെഡി ആൻസർ പറഞ്ഞു. പിന്നെ ഐസക് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് എവറി ആക്ഷൻ ആസ് ആൻ ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അതും ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് അവസാനം പറയാനുള്ളത്, സ്പിരിച്വാലിറ്റി, മതചിന്ത ഇവയെല്ലാം വളരെ പേഴ്സണലാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ളതാണ്. മുകളിൽ ആരോ ഉണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുന്നു. അതല്ലാതെ അവയോ ഇനി സയൻറ്റിഫിക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. സയൻസ് എന്ന് പറയുന്നത് വളരെ ഫാക്ച്വലായിട്ട് നമ്മൾ കാണുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അതിനെ ചിന്തകളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ്, എനർജി എന്ന് പറയുന്ന സയൻറ്റിഫിക് എനർജിയും ആത്മാവെന്ന് പറയുന്ന സ്പിരിച്വൽ എനർജിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ തന്നെ കുറേ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും.